നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബുക്ക് മാർക്സ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 15ഓളം ബുക്ക് മാർക്സ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് പകുതിക്ക് വെച്ച് മടക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സർക്കിൾ വരച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ആ സർക്കിൾ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഈ സർക്കിളിൻ്റെ ചുറ്റിലായിട്ട് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളൊരു സെല്ലോ ടേപ്പിൻ്റെ പീസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈയുടെ ഇമേജ് വരച്ചെടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് സെല്ലോ ടേപ്പിൻ്റെ മേലെ ഒട്ടിച്ചിട്ട് ആ സെല്ലോ ടേപ്പിൻ്റെ പീസ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ നേരത്തെ വെച്ച പ്ലാസ്റ്റിക്കിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി കാർഡ്ബോർഡ് പീസ് മടക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക് കിട്ടും. ഇനി ഞാൻ എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കോർണർ ഭാഗം ഒന്ന് കേർവായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലൂ കളർ ബട്ടർഫ്ലൈ ആയതുകൊണ്ട് ബ്ലൂ സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു കോട്ടും അതുപോലെ കുറച്ച് ഡിസൈനും വരച്ച് കൊടുക്കുന്നുണ്ട്. ഡിസൈനൊന്നുമില്ല, കുറേ കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബുക്ക് മാർക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബുക്കിൽ വെക്കുമ്പോൾ ഇത് ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാൻ. ഇനി നെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്യാൻ നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് അതിൽ ഇതുപോലത്തെ ഒരു ഷേപ്പ് വരച്ച് കളർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഷേപ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതേ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കളേർഡ് ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇത് വേണം എന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ളത് എടുത്തിട്ട് നമ്മളിതൊന്ന് ഗ്രീൻ കളർ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത പീസസ് ഇതുപോലെ ഒന്ന് ആ ഒരു സ്റ്റിക്കിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഗുളിക കവർ വെച്ചിട്ട് ഇതുപോലെ രണ്ട് കണ്ണുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂവ് ചെയ്യുന്ന കണ്ണാണ്. ഇനി നമ്മളൊരു ത്രെഡ് എടുക്കുന്നുണ്ട്, വൂളൻ ത്രെഡാണ് എടുക്കുന്നത്. അതിനുശേഷം ഈ രണ്ട് പീസുകൾ ആ ഒരു ത്രെഡിൻ്റെ രണ്ടറ്റത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ത്രെഡ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ സെക്കൻഡ് ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഫ്രോഗിൻ്റെ തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്യാനും ഞാൻ ഇതുപോലത്തെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരറ്റം ഞാൻ ഇതുപോലെ ഷാർപ്പായിട്ട് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്യാത്ത മറ്റേ അറ്റത്ത് നമ്മൾ പിങ്ക് കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഐസ്ക്രീം സ്റ്റിക്ക് മൊത്തമായിട്ട് നമ്മളൊന്ന് യെല്ലോ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ ട്രയാങ്കിൾ വരുന്ന ഭാഗത്ത് ഒരറ്റത്ത് നമ്മൾ ഇതുപോലെ ബ്ലാക്ക് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു പെൻസിലാണ് കളർ ചെയ്തെടുക്കുന്നത്. ഇനി ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലൈൻസും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മളുടെ പെൻസിൽ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കട്ടിയില്ലാത്ത കാർഡ്ബോർഡാണ് വേണ്ടത്. അപ്പോൾ ഇത് ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ബോക്സിലെ അതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരെണ്ണത്തിൽ ഞാൻ 7 കോളംസ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ റെയിൻബോ കളേഴ്സാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഇനി രണ്ടാമത്തെ കാർഡ്ബോർഡിൽ ഞാനൊരു ക്ലൗഡിൻ്റെ ഷേപ്പ് വരച്ചിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ കണ്ണും അതുപോലെ സ്മൈൽ ചെയ്യുന്ന ഒരു ലിപ്സൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ബോർഡറിൽ ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ചീക്സിന് ജസ്റ്റ് ഒന്ന് പിങ്ക് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ക്ലൗഡിനെ ഈ നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ച റെയിൻബോ കളേഴ്സിൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ക്ലൗഡ് റെയിൻബോ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്ത ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ പ്രൈസ് ടാഗാണ് എടുക്കുന്നത്. എന്നിട്ട് അതിന് ഒരു പിങ്ക് കളർ പേപ്പർ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ 2 കോർണേഴ്സ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഹോൾ പഞ്ച് വെച്ചിട്ട് നേരത്തെ ഉണ്ടായ ആ ഹോൾ തന്നെ ഒന്നും കൂടെ പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ഇങ്ങനെ സിക്സാഗായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ലൈറ്റ് പിങ്ക് റിബൺ എടുത്തിട്ട് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇതുപോലെ പാസ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ഇതിൻ്റെ മേലെ ഒട്ടിക്കാം. ഞാനിപ്പം ബാർബി തീമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ബാർബിന്ന് അവിടെ ഇവിടെയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒരു ബാർബിയുടെ ഇമേജ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലിറ്റർ ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ, നമ്മളുടെ ബാർബി ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുക്കുന്നുണ്ട്. കേക്കിൻ്റെ പെട്ടിയിൽ നിന്ന് എടുത്ത ഒരു പീസാണ്. ഇനി നമ്മൾ അതിൽ ഒരു ഫ്രെയിം പോലെ ഒരു ഭാഗം വെച്ചിട്ട് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി താഴെ നമ്മൾ ഇതുപോലെ ഒരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂണിക്കോൺ തീമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഷൈൻ ലൈക്ക് എ യൂണിക്കോൺ എന്നാണ് എഴുതി കൊടുക്കുന്നത്. ഇനി ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഒരു യൂണിക്കോണിൻ്റെ ഇമേജ് അതിൻ്റെ മേലെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പിക്ചർ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്കെച്ച് പെൻ വെച്ചിട്ട് കുറച്ച് കളേർഡ് സ്റ്റാർസ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്ലിറ്റർ സ്റ്റാർസ് എടുത്തിട്ട് ഈ സെല്ലോ ടേപ്പിൻ്റെ മേലെയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ഈ യൂണിക്കോണിൻ്റെ മേലെ ഗ്ലിറ്റർ പെന്ന് വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇതിന് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ബുക്ക് മാർക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോസ് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ബുക്ക് മാർക്ക് ചെയ്യാൻ നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിൻ കാർഡ്ബോർഡാണ് എടുക്കുന്നത്. ബിസ്ക്കറ്റിൻ്റെ ബോക്സിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ അത് വീണ്ടും കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ റെക്റ്റാങ്കിൾ പീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഇതുപോലെ ബ്ലിങ്ക് എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ചുറ്റിൽ ഒരു പിങ്ക് ഹാർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിങ്ക് ഹാർട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ 2 കോർണേഴ്സിൽ നിന്ന് ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഉള്ളിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു സ്ലിറ്റ് പോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് പിങ്ക് ഫാൻസിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്ലിറ്റാണ് നമ്മൾ ബുക്കിൻ്റെ പേജിൽ കുത്തി വയ്ക്കുന്നത്. അടുത്തതൊരു 2-in-1 ക്രാഫ്റ്റാണ്. ഇതുപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ റൂളറും അതുപോലെ ബുക്ക് മാർക്കുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാർക്കിങ്സ് ഒക്കെ കുറേ നാൾ അവിടെ തന്നെ ഉണ്ടാവും. ഇനി നമ്മൾ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഒരു യൂണിക്കോണിൻ്റെ പിക്ചർ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ യൂണിക്കോണിൻ്റെ താഴെയായിട്ടൊരു സ്ട്രെയിറ്റ് ഭാഗം കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഈ കാർഡ്ബോർഡിലേക്ക് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതിനൊരു പിങ്ക് കളറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള കളർ ചെയ്യാം. എന്നിട്ട് വെറുതെ ഇതിൻ്റെ മേലെ ഒരു കോട്ടും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്ലിറ്റർ സ്റ്റാർസ് അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ബുക്ക് മാർക്ക് പ്ലസ് റൂളർ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്യാൻ 3 ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ട് ഇതുപോലെ ഒരു തിൻ കാർഡ്ബോർഡിൻ്റെ മേലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കാർഡ്ബോർഡ് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മൊത്തമായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം യെല്ലോ ബ്ലാക്ക് കൊടുത്തെങ്കിലും പിന്നെ ഞാനത് റെഡ് ആൻഡ് ബ്ലാക്ക് പെൻസിലാക്കി മാറ്റിയിട്ടുണ്ട്. മൊത്തം കളർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ പോയിൻറ്റിൻ്റെ ഭാഗത്ത് നമ്മളൊരു ബ്ലാക്കും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കൊരു പെൻസിൽ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്യാൻ നമ്മൾ 8 സെൻറ്റിമീറ്റർ ഉള്ളൊരു സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു പിക്ചറും കൂടെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് പെൻ വെച്ചിട്ട് കുറച്ച് ഹാർട്ട്സും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടൊരു പേപ്പർ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്യാൻ നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ 4 കോർണേഴ്സും നമ്മൾ കർവ് ഷേപ്പിലൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹോൾ പഞ്ച് വെച്ചിട്ട് ഇതിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ഹലോ കിറ്റിയുടെ പിക്ചർ എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ റെഡ് ഹാർട്ട്സും പിങ്ക് ഹാർട്ട്സും വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഈ ഹോളിൽ കൂടെ ഒന്ന് പാസ് ചെയ്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹലോ കിറ്റിന്ന് അവിടെ ഇവിടെയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാർട്ട്സിന് ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഹലോ കിറ്റി ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ യൂണിക്കോണിൻ്റെ പിക്ചറാണ് വരയ്ക്കുന്നത്. ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേറൊരു കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് മടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു യൂണിക്കോണിൻ്റെ ബോഡിയിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു യൂണിക്കോൺ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്യേണ്ട ഇതുപോലെ കാർഡ്ബോർഡ് പീസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് കട്ടി വളരെ കുറവായതുകൊണ്ട് 2 പീസ് ഒരുമിച്ച് വെച്ച് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഹലോ കിറ്റിയുടെ പിക്ചർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈന് താഴോട്ടേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഇതിൻ്റെ മിഡിലായിട്ട് ഒരു റെക്റ്റാങ്കിൾ പോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ റെക്റ്റാങ്കിൾ ഇങ്ങനെ ഇതുപോലെ ഒരു സ്ലിറ്റ് പോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് ഹാർട്ട്സും റെഡ് ഹാർട്ട്സും ഒക്കെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്ലിറ്റ് കളർ ചെയ്യാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിന് മൊത്തമായിട്ട് ഔട്ട്ലൈനായിട്ട് റെഡ് കളറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഹലോ കിറ്റി ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നതെല്ലാം പല ടൈപ്പിലുള്ള ബുക്ക് മാർക്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ബുക്ക് മാർക്ക് ചെയ്യാനും നമ്മൾ ഇതുപോലത്തെ കാർഡ്ബോർഡിൻ്റെ പീസാണ് എടുക്കുന്നത്. അപ്പോൾ നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിനെ പകുതിക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കുഞ്ഞ് റെക്റ്റാങ്കിളാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു ബട്ടർഫ്ലൈയിലെ ചിറകാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ റെക്റ്റാങ്കിൾ സ്ട്രിപ്പും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ബട്ടർഫ്ലൈക്ക് ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് വെച്ചിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ നീളത്തിലുള്ള സ്ട്രിപ്പിനും കൂടെ ഒന്ന് ബ്ലൂ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഈ ബ്ലാക്കിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് വൈറ്റ് ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലൈയിങ് ബട്ടർഫ്ലൈൻ്റെ ഒരു എഫക്റ്റുള്ള ബുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഇഷ്ടമായവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ലാസ്റ്റ് ബുക്ക് മാർക്ക് ചെയ്യാൻ നമ്മൾ ഇതുപോലത്തെ ഒരു കട്ടിയില്ലാത്ത കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുന്നുണ്ട്. വേറൊരു പീസ് കാർഡ്ബോർഡിൽ നിന്ന് 2 സ്ട്രിപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഈ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ട് കട്ടർ വെച്ചിട്ട് ഒരു സ്ലിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് നമ്മളൊന്ന് കളർ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പേർപ്പിൾ കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ച പോർഷനിൽ ബ്ലാക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു വൈറ്റ് ബോർഡർ വരുന്ന രീതിയിൽ ബ്ലാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സിൽവർ ഗ്ലിറ്റർ പെൻ യൂസ് ചെയ്തിട്ട് BTS എന്നും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. BTS ലവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ, നമ്മളുടെ ബുക്ക് മാർക്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.